ഇപ്പോൾ നെന്മാറയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം ഉണ്ടാവുകയാണ്. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പോലീസിനുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് മാർച്ചായി എത്തിയത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് നടപടി ഉണ്ടാകുന്നു. പാലക്കാട് MLA-യും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിലായിരുന്നു KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായുണ്ട്. ശ്യാം, എന്തുകൊണ്ട് സംഘർഷം? അല്പം മുമ്പായിരുന്നു ഈ പ്രതിഷേധ മാർച്ച് രാഹുൽ മാങ്കൂട്ടം MLA ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ പോലീസുമായിട്ട് ഉണ്ടും തള്ളുമായി ഇപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ ഒരു സംഘർഷ സമാനമായ സാഹചര്യമാണ് ഉള്ളത്. ആദ്യം ഘട്ടത്തിൽ ഈ ബാരിക്കേഡ് ചേർന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്, കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. ഇപ്പോൾ പോലീസ് ജീപ്പിലേക്ക് കുറേയധികം ആളുകളെ കൊണ്ടുപോയി. അതേ തുടർന്ന് മറ്റ് പ്രവർത്തകർ വീണ്ടും ഈ ബാരിക്കേഡ് ചാടിക്കടന്ന പോലീസുമായിട്ട് ഉന്തും തള്ളുമായി. പിന്നീട് ഇപ്പോൾ ഒരു സംഘർഷ സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഈ പോലീസും പ്രവർത്തകരും തമ്മിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായ ഉന്തും തള്ളിലും ചിലർക്ക് പരിക്കേറ്റിരുന്നു. അതേ തുടർന്ന് വീണ്ടും ഒരു പ്രതിഷേധം ഉണ്ടാവുകയും ആ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ പോലീസുമായിട്ട് ഇപ്പോൾ വീണ്ടും ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏകദേശം 10ഓളം വരുന്ന പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനത്തിലേക്ക് നീക്കിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് പ്രദേശത്ത് ഉയരുന്നത്. ഈ പ്രതിഷേധ പരിപാടി ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം MLA ഉദ്ഘാടനം ചെയ്ത ശേഷമായിരുന്നു ഈ പോലീസുമായിട്ട് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കടന്നത്. സംഘർഷത്തിൽ പ്രധാനമായിട്ടും പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയുണ്ടായി. കാരണം ഈ ബാരിക്കേഡ് മറികടന്ന് സ്റ്റേഷനിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെയാണ് ഇത്തരത്തിൽ ലാത്തി വീശിയത്. ഇപ്പോൾ ഈ പാലക്കാട് KSU ജില്ലാ സെക്രട്ടറി അടക്കം പോലീസ് ഇപ്പോൾ വാഹനത്തിൽ കയറ്റി കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. നിലവിൽ ഇപ്പോഴും ഒരു സംഘർഷ സമാനമായ ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഒരു പ്രതിഷേധത്തിൽ ഇപ്പോഴും ഒരു അയവ് വന്നിട്ടില്ല. പോലീസുമായിട്ട് ഇപ്പോഴും ആ ഒരു പ്രതിഷേധത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്നതാണ്. നിലവിൽ ഈ ബാരിക്കേഡ് തല്ലിത്തകർത്താണ് പ്രവർത്തകർ അകത്തേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ രീതിയിലുള്ളൊരു പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ അത് തിരിച്ച് മുന്നോട്ട് കടക്കാൻ ശ്രമിക്കുകയാണ് ഈ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയത്. ഈ വിഷയത്തിൽ ഒരു ജനരോഷം തന്നെ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരടക്കം ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കാളികളുമായിട്ടുണ്ട്. നിലവിലിപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും തമ്മിലുള്ള ഒരു സംഘർഷ സമാനമായ സാഹചര്യം ഇപ്പോഴും ഇവിടെ തുടരുക തന്നെയാണ്. ഈ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അകാരണമായി പ്രവർത്തകരെ മർദ്ദിച്ചു എന്നതാണ് അവർ ആരോപിക്കുന്നത്. പോലീസുമായിട്ട് ഇപ്പോഴും ആ ഒരു കുണ്ടും തള്ളും പോലീസ് സ്റ്റേഷനിലേക്കുണ്ടായ KSU മാർച്ചിൽ സംഘർഷം. നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലാണ് സംഘർഷം. പോലീസ് ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചതോടുകൂടി പോലീസ് നടപടിയിലേക്ക് ലാത്തി ചാർജിലേക്ക് നീക്കുകയായിരുന്നു. ഇപ്പോൾ പ്രതിഷേധങ്ങൾക്ക് തുടർച്ചയാണ്. KSU പ്രവർത്തകർ സിറ്റി മുദ്രാവാക്യം വിളിക്കുകയാണ്. ഞങ്ങളിലെ
നേതാക്കൾ ഇപ്പോഴും റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് ഈ പ്രതിഷേധം നടത്തുകയാണ്. കടുത്ത പ്രതിഷേധമാണ് നെന്മാറയിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. ഒരു ഇരട്ട കൊലപാതകം നടന്ന പശ്ചാത്തലം, അതും തുടർച്ചയായ ഒരു കുടുംബത്തിലെ 3 പേർ ഒരാളുടെ കൊലക്കത്തിക്കിരയാകുന്നു. അയാൾ ഇപ്പോഴും പിടികൂടാൻ സാധിച്ചിട്ടില്ല. പോലീസിന് ഇക്കാര്യത്തിൽ അനാസ്ഥയുണ്ടായെന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധം.